ഈ വീഡിയോയില് നമ്മൾ ട്രംപ് മോദി മീറ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. രണ്ടുപേരും ഒരുപാട് നാൾക്ക് ശേഷമാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. എന്താണ് ശരിക്കും അമേരിക്കയിൽ ഇത്തവണ പോയപ്പോഴത്തേക്ക് സംഭവിച്ചത് എന്നുള്ള ഒരു ചെറിയ ബ്രീഫിംഗ് ആണ് തരുന്നത്. വളരെ ക്വിക്ക് ആയിട്ടാണ് ഇത് നോക്കുന്നത്. നമ്മൾ ആദ്യമേ തന്നെ F-35 ഡീൽ നടക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അമേരിക്ക കുറെ നാൾ കൊണ്ട് തന്നെ ഈ ഒരു GE എഞ്ചിന്റെ ആ ഒരു മാനുഫാക്ചറിങ്ങും നമുക്ക് കിട്ടാനുള്ള ഒരു താമസവും ഒക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കുറെ കാലം കൊണ്ട് തന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ മോദി അമേരിക്കയിലേക്ക് വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു ഡീൽ സൈൻ ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് നമ്മൾ പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്, പല വീഡിയോകളിലും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ F-35 ഇന്ത്യക്ക് കിട്ടാനുള്ള ഒരു സാധ്യത അത് അവരങ്ങനെ പറയുള്ളൂ, പക്ഷെ നമ്മുടെ തലയിൽ അടിച്ച് ഏൽപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രീതിയിൽ വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന പറഞ്ഞാൽ നമ്മളൊരു ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ അത് മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എലൈറ്റ് ക്ലബിലെ ഒരു മെമ്പർഷിപ്പ് ആവും. അത് ഏറ്റവും ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള F-35 പോലത്തെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഫൈറ്റർ ജെറ്റുകൾ ഉണ്ട് എന്ന് പറയുന്നത് ഒരു പ്രൗഡും ഒരു എലൈറ്റ് ക്ലാസിന്റെ ഒരു ഇതും തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. അതുപോലെ തന്നെ കാരണം F-35 വെച്ചിട്ടാണല്ലോ ഇസ്രായേലൊക്കെ ഇപ്പം ഈ പൊരിഞ്ഞ യുദ്ധങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ പ്രൂവൻഡ് ആയിട്ടുള്ള, അതൊക്കെ പ്രൂവ് ചെയ്യപ്പെട്ട ഫൈറ്റർ ജെറ്റുകളാണ്. അത് മേടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത് നമ്മുടെ ഡിഫൻസിൽ വരുന്നതിൽ നമുക്ക് ഒരു പ്രൗഡ് തന്നെയാണ്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മുടെ സാഹചര്യം ഒത്ത് നമ്മൾ നോക്കണം. നമ്മൾ കാരണം ഇൻഡിജിനിയസ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. സെൽഫ് റെസിലിയന്റ്, അതുപോലെ തന്നെ ആത്മനിർഭർ ഭാരത് എന്നൊക്കെ പറഞ്ഞിട്ട് പല പ്രോജക്റ്റുകളും നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. പിന്നെ ഇത്തവണത്തെ ഡിഫൻസ് ബഡ്ജറ്റ് നമ്മൾ വെച്ചിരുന്നതിൽ ഒരു ചെറിയ ഡിഫക്റ്റ് ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. അപ്പൊ എന്തായാലും ആ രീതിയിൽ F-35 ഡിസ്കഷൻസ് ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു F-35 ചൊല്ലിയിട്ട് പാകിസ്ഥാൻ വെളിയിൽ വന്നിട്ടുണ്ട്. ഇന്ത്യക്ക് F-35 കൊടുക്കരുത്, അത് പാകിസ്ഥാനിന്റെ ഒരു ത്രെട്ടാണ്. കാരണം അവർ F-16 ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ, അമേരിക്കയുടെ. അപ്പൊ അവർ ചെറിയ ഒരു വിയോജിപ്പൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് വരുന്നുണ്ട്. പക്ഷേ അത് ട്രംപ് മോദിയും കൂടെ ചേർന്ന് ഒരുമിച്ച് തന്നെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. പാകിസ്ഥാന്റെ അതൊക്കെ ഇഗ്നോർ ചെയ്ത ഒരു സൈഡിൽ മൂലയിൽ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതിലുപരിയായിട്ട് ക്രോസ് ബോർഡർ തീവ്രവാദം അത് പാകിസ്ഥാൻ നിർത്തണം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് ട്രംപ് മോദിയും കൂടെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ ക്രോസ് ബോർഡർ തീവ്രവാദം ഇന്ത്യക്കുള്ളിൽ ആ ഒരു തീവ്രവാദം നിർത്തലാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഹൈ ടെക്നിക്കൽ മേഖലയിൽ, സെമി കണ്ടക്ടർ മേഖലയിൽ, ടെക്നോളജി ട്രാൻസ്ഫർ മേഖലയിൽ, ഡിഫൻസ് മേഖലയിൽ ഇവിടെയൊക്കെ സഹകരണം ഉണ്ടെന്നാണ് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജോയിന്റ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ മോദിയെ പറഞ്ഞപ്പോഴത്തേക്ക് മോദി ഒരു ടഫ് നെഗോഷിയേറ്റർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് റെസിപ്രോക്കൽ താരിഫ് വരും എന്നാണ് പറയുന്നത്. അത് വേറെ ഒന്നുമല്ല, ഇന്ത്യക്കുള്ളിൽ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത്, അമേരിക്കയിൽ നിന്നും ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്കൊക്കെ, ഒരുപാട് സാധനങ്ങൾക്കൊക്കെ നല്ല രീതിയിലുള്ള താരിഫ് ഉണ്ട്, ഡ്യൂട്ടി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള ഡ്യൂട്ടി, റെസിപ്രോക്കൽ താരിഫ് എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അത് വളരെ ഓപ്പൺ ആയിട്ട് മോദി സ്റ്റേജിൽ നിൽക്കെ തന്നെ, മോദിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ട്രംപ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. അത് ഇന്ത്യക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു ഫേവർ ഇല്ല, മറ്റുള്ള രാജ്യങ്ങൾക്കൊക്കെ ഏത് രീതിയിലുള്ള റെസിപ്രോക്കൽ താരിഫ് ആണോ എടുക്കുന്നത് ആ സെയിം റെസിപ്രോക്കൽ താരിഫ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുക എന്നുള്ളത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്നൊരു സാധനം ഇറങ്ങുന്നെങ്കിൽ നമ്മൾ എത്ര ശതമാനമാണോ നമ്മൾ ഡ്യൂട്ടി ചാർജ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഡ്യൂട്ടി ആയിരിക്കും അമേരിക്കയും നമ്മൾ അങ്ങോട്ട് കയറ്റി അയക്കുന്ന സാധനങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് ഏത് രീതിയിൽ ഇന്ത്യ ഇതിനെ ടാക്കിൾ ചെയ്യുമെന്ന് നമുക്ക് അറിയത്തില്ല. പിന്നെ അതിലുപരിയായിട്ട് ഏറ്റവും കൂടുതൽ ഓയിൽ, അതായത് നമ്മളിപ്പോ റഷ്യ എടുത്താണല്ലോ ഏറ്റവും കൂടുതൽ ഓയിൽ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നേരെ മാറ്റിയിട്ട് അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ മേടിക്കാം എന്നുള്ള വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇന്ത്യക്ക് ഓയിൽ നീഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള നീഡാണ് ഉള്ളത്. ഇതിൽ നമ്മൾ ഒരിക്കലും കൺസേൺ രേഖപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഇത് റിഫൈൻ ചെയ്ത് വീണ്ടും നമ്മൾ യൂറോപ്പിലേക്കോ മറ്റുള്ള രാജ്യങ്ങൾക്കൊക്കെ കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് ഗ്ലോബലി മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പ്രൈസിൽ നിന്നും നമുക്ക് ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് താരിഫ് മീൻസ് പ്രൈസ് ടാഗ് നെഗോഷിയേറ്റ് ചെയ്ത് നമ്മൾ അമേരിക്കയിൽ നിന്നും കൂടുതൽ ഓയിൽ മേടിക്കാം എന്നുള്ള രീതിയിലാണ് സംസാരം മുന്നോട്ട് പോയിരിക്കുന്നത്. അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അതുപോലെ തന്നെ സൗദി അറേബ്യ ആയിക്കോട്ടെ, ഇപ്പൊ സൗദി അറേബ്യയെ വെച്ചിട്ട് കൗണ്ടർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, അമേരിക്കൻ കമ്പനീസ് ത്രൂ നമ്മൾ മേടിക്കും. അത് ചിലപ്പോൾ ഒരു പക്ഷേ അമേരിക്കൻ പാർട്ണർഷിപ്പ് ഉള്ള കമ്പനി ആയിട്ടുള്ള സൗദി അറേബ്യയിൽ നിന്ന് എടുക്കാം. അതുപോലെ തന്നെ അമേരിക്കൻ പാർട്ണർഷിപ്പ് ഉള്ള വേറെ കമ്പനികളിൽ നമുക്ക് എടുക്കാൻ പറ്റും, പക്ഷേ കണക്റ്റഡ് ത്രൂ അമേരിക്ക. പക്ഷെ ഇപ്പൊ സൗദി അറേബ്യ ഈ ഒരു പെട്രോൾ ഡോളർ ഡിസ്കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അമേരിക്ക സൗദി അറേബ്യയിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ എണ്ണ മേടിക്കാനുള്ള ഒരു മാർഗം ഉണ്ടാക്കുമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സജഷൻസ് ചെയ്യുമോ എന്നുള്ളതാണ് നമ്മൾ ഇനി കണ്ടറിയേണ്ടത്. അപ്പം ഈ ട്രംപ് ആണെങ്കിൽ പെട്രോൾ ഡോളറിലേക്ക് സൗദിയെ ഏതെങ്കിലും രീതിയിൽ പുഷ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു ഇറാന്റെ അടുത്ത് നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നതും, ന്യൂക്ലിയർ ഡീലിലേക്ക് നിങ്ങൾ വരുമെന്ന് വിളിക്കുന്നതും, ഇപ്പൊ ഇന്ത്യയുമായിട്ട് ഈ ഒരു ഓയിൽ ഡീലിംഗ് ഒക്കെ മുന്നോട്ട് പോകുന്നതും, ഇതെല്ലാം ഇതുകൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത്. സൗദി അറേബ്യയെ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു പെട്രോൾ ഡോളറിലേക്ക് തളയ്ക്കുക എന്നുള്ള ഒരു ഗൂഢതന്ത്രം ഇതിന്റെ പുറകിൽ ട്രംപിനുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും കാര്യങ്ങളൊക്കെ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ട്രംപ് ഓപ്പൺ ആയിട്ട് തന്നെ സ്റ്റേജിൽ നിന്ന് പറഞ്ഞതാണ് മുംബൈ അറ്റാക്കില് റാണ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി, മുംബൈ അറ്റാക്കിന് കാരണകർത്താവായിട്ടുള്ള 196 ആൾക്കാരുടെ കൊലപാതകത്തിന് കാരണമായ ആ ഒരു തീവ്രവാദ ബന്ധമുള്ള ആ തീവ്രവാദിയെ, റാണ എന്ന് പറഞ്ഞ ഒരു കനേഡിയൻ സിറ്റിസൺ ആണ്, ഇവൻ പാകിസ്ഥാൻ ഒറിജിൻ ആണ്.
അപ്പൊ അവനെ ഇന്ത്യക്ക് കൈമാറുകയാണ്. ഈ പാകിസ്ഥാനിയല്ലേ ഇന്ത്യയിൽ പോയിട്ട് നീ എന്താ വെച്ചാൽ ഇന്ത്യൻ നിയമത്തിൽ എന്താണോ വിധി പറയുന്നത് അതനുസരിച്ച് നീ മുന്നോട്ട് പോകുന്നു പറഞ്ഞ് കൈ കഴുകി വിട്ടിരിക്കുകയാണ്. ഇനി എത്രയും വേഗം അവനെ ഇന്ത്യക്കകത്ത് കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങൾ അതിവേഗത്തിൽ നടക്കുകയാണ്. കാരണം ട്രംപ് ഓപ്പൺ ആയിട്ട് തന്നെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, ഞാൻ അവനെ ഇന്ത്യക്ക് കൈമാറുന്നു എന്ന് പറഞ്ഞിട്ട്. പിന്നെ പ്രൈം മിനിസ്റ്റർ മോദി റഷ്യ ഉക്രൈൻ വാറിൽ നിർണായക തീരുമാനം എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ട്രംപിനെ അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എത്രയും വേഗം നിങ്ങൾ അതൊരു യുദ്ധത്തിന്റെ അവസാനത്തിലേക്ക് എത്തിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു വിശ്വാസത്തോടു കൂടിയുള്ള ഒരു അപ്രിസിയേഷൻ ആയിരുന്നു കൊടുത്തത്. അതുപോലെ മോദി അടുത്തൊരു ചോദ്യം ചോദിക്കപ്പെട്ടു, നിങ്ങൾ റഷ്യ ഉക്രൈൻ വാറിൽ ഇന്ത്യയുടെ നിലപാട് വളരെ മിഡിലാണോ അല്ലെങ്കിൽ നിങ്ങൾ ഉക്രൈനോടൊപ്പമാണോ റഷ്യയുടെ ഒപ്പമാണോ എന്നുള്ള ചോദ്യത്തിന് വളരെ വ്യക്തമായിട്ട് മോദി വളരെ ടാക്ടിക് ആയിട്ടുള്ള ഉത്തരമാണ് കൊടുത്തത്. ആ ഉത്തരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മിഡിൽ പൊസിഷൻ അല്ല ഞങ്ങൾ എടുക്കുന്നത്, ഞങ്ങൾ എപ്പോഴും എടുക്കുന്ന നിലപാട് എപ്പോഴും ശരിയുടെ പക്ഷത്താണെന്നുള്ള ഉത്തരമാണ് മോദി കൊടുത്തത്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഉത്തരമാണ്. അതുപോലെ തന്നെ ട്രംപ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറയുന്ന കണക്ക് തന്നെ മോദി മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗൈൻ എന്ന് പറഞ്ഞിട്ട് മിഗ എന്ന് പറഞ്ഞു. മഗ ഈക്വൽ ടു മെഗ എന്നാണ് ഈ ഒരു സ്ലോഗൻ അവരവിടെ അറിയിച്ചത്. പിന്നെ അതുപോലെ തന്നെ ട്രംപ് വലിയൊരു ആൽബം, അതായത് ഈ ട്രംപ് മോദിയും കൂടെ ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ ഇതിനു മുമ്പ് ആദ്യത്തെ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ടൈമിൽ ഇന്ത്യ വിസിറ്റ് ചെയ്ത സമയത്തും അതേപോലെ ഹൗഡി മോഡി എന്ന് പറഞ്ഞിട്ട് മോഡി US വിസിറ്റ് ചെയ്ത സമയത്തൊക്കെ എടുത്ത ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് വെച്ചിട്ട് ഒരു ആൽബം ഉണ്ടാക്കിയിട്ട് അതിന്റെ ടോപ്പിൽ ട്രംപ് കൃത്യമായിട്ടുള്ള വാചകങ്ങളൊക്കെ എഴുതി സൈൻ ചെയ്ത് മോദിക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള ചോദ്യമായിട്ടുള്ള അദാനിയുടെ കേസിനെ കുറിച്ച് അവിടെ ഒരു ചോദ്യം വന്നു. അപ്പൊ അതിന് മോദി ഒരു മറുപടി കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ വ്യക്തികളെ കുറിച്ച് രണ്ട് രാജ്യങ്ങളുടെ നേതാക്കൾ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മൾ പരാമർശിക്കാറില്ല എന്നുള്ള രീതിയിലുള്ള ഉത്തരമാണ് അതിന് കൊടുത്തത്. പിന്നെ ഇല്ലീഗൽ എമിഗ്രന്റിന്റെ കാര്യത്തിനെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് ഇല്ലീഗൽ എമിഗ്രന്റ് ഏത് രാജ്യത്തിനായാലും ഇല്ലീഗൽ തന്നെയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യക്കാരായാലും ഇല്ലീഗലായിട്ട് വന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെ ഇല്ലീഗലായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. അവരെ തിരിച്ചു കൊണ്ടുപോകാനും തിരിച്ച് ഏറ്റെടുക്കാനും ഇന്ത്യ ബാധ്യസ്ഥരാണെന്ന നിലയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇല്ലീഗൽ എമിഗ്രന്റിനെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്കും മോദി പറഞ്ഞത്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് വെച്ചാൽ ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശിനെ കുറിച്ചുള്ള ചോദ്യം വന്നപ്പോഴത്തേക്കും അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് ബംഗ്ലാദേശ് ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ അറിയുന്നില്ല എന്നുള്ള രീതിയിലുള്ള ചോദ്യം ട്രംപിന്റെ അടുത്താണ് പോയത്. അതിന് ട്രംപ് പറഞ്ഞ ഉത്തരം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിനെ ഞാൻ മോദിയുടെ കയ്യിലേക്ക് കൈമാറിയിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനേക്കാളും ഒരു തിരിച്ചടി യുഎസിന് ഇനി വരാനില്ല എന്നുള്ളതാണ്. ഇത് ഫുൾ ആൻഡ് ഫുൾ മോദിയുടെ റെസ്പോൺസിബിലിറ്റി, ഫുൾ ആൻഡ് ഫുൾ ഇന്ത്യയുടെ റെസ്പോൺസിബിലിറ്റിയാണ് ബംഗ്ലാദേശ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യക്ക് എന്താണോ വേണ്ടത് ആ രീതിയിൽ അവിടെ ചെയ്യാം, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയാണ് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിൽ ഇന്ത്യ ഇടപെടേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ അമേരിക്കയുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഏത് രീതിയിലും ബംഗ്ലാദേശിനെ ഡീൽ ചെയ്യാം, അതിനകത്ത് ഇനി അമേരിക്ക ഇടപെടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള അർത്ഥം. പിന്നെ ഇലോൺ മസ്കുമായിട്ടുള്ള സംസാരത്തിൽ ഉരുത്തിരിഞ്ഞു വന്നത് ടെസ്ല തീർച്ചയായിട്ടും ഇന്ത്യക്കുള്ളിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ സ്റ്റാർലിങ്ക് എന്ന് പറഞ്ഞ അയാളുടെ ഒരു സാറ്റലൈറ്റ് പ്രോജക്ട്, ഇന്റർനെറ്റ് പ്രോജക്ട്, അതും കൂടെ ഇന്ത്യക്കുള്ളിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ AI ഇൻഡസ്ട്രിയിൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലും ഇലോൺ മസ്ക് ഇന്ത്യക്കുള്ളിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ അവർ ചില ടാക്സ്, താരിഫ് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൽ ചില വിട്ടുവീഴ്ചകളും നെഗോഷിയേഷൻസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു 3 സംഗതികളും ഇന്ത്യക്കുള്ളിൽ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ അജിത് ഡോവൽ ഇത്തവണ US പോയിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഈ റാണയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് പോയിരുന്നത്. അറിയാലോ, അജിത് ഡോവൽ കഴിഞ്ഞ തവണ മോദി പോയ സമയത്തേക്ക് പോവേണ്ട ആളായിരുന്നു, പക്ഷെ പോകാൻ പറ്റിയില്ല. കാരണം വേറെ ഒന്നുമില്ല, അമേരിക്കക്കാരന്മാർ ഒരു ഖാലിസ്ഥാനികളുടെ പന്നൂൻ പ്ലോട്ടും പറഞ്ഞുകൊണ്ട് ഈ അജിത് ഡോവലിനെതിരെ കേസ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വാണ്ടഡ് ആയിരുന്നു ആള്. അപ്പൊ അതുകൊണ്ട് പോകാൻ പറ്റത്തില്ല US. പക്ഷെ ഇത്തവണ പുള്ളി വളരെ സൂപ്പർ ആയിട്ട് തന്നെ പോയി അവിടെ ബോൾഡ് ആയിട്ട് വൈറ്റ് ഹൗസിൽ ഇരുന്നു. അതുപോലെ തന്നെ മോദിയോടൊപ്പം തന്നെ സഞ്ചരിച്ചു. കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വളരെ മനോഹരമായിട്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയത്. അതുപോലെ തന്നെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ, ഇത് സാധ്യമാക്കാനുള്ള എല്ലാ മാർഗങ്ങളും അമേരിക്ക ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ചൈനയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചൈനയ്ക്ക് എന്തൊക്കെ രീതിയിൽ മറുപടി കൊടുക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ ഇന്ത്യയെ പ്ലേസ് ചെയ്തുകൊണ്ട് ചൈനയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് എന്തെല്ലാം മാർഗങ്ങൾ അമേരിക്ക ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നോ ആ മേഖലയിലെല്ലാം ഇന്ത്യയെ ഉൾപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ട്രംപിന്റെ ഉടനീളമുള്ള ഒരു സ്പീച്ചിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അടുത്ത ക്വാഡ് സബ്മിറ്റ് നടക്കുന്നത് ഇന്ത്യയിലാണ്. അപ്പൊ ആ ഒരു ക്വാഡ് സബ്മിറ്റിന് ട്രംപിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരുപക്ഷെ ട്രംപ് വരാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ വരുവോ വരില്ലയോ എന്നുള്ളതിന്റെ കൺഫർമേഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു 80% വരാനാണ് സാധ്യത എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഈ ഡിഫൻസ് ബഡ്ജറ്റ് ഏതാണ്ട് 80 ബില്യൺ ആണ് ഇത്തവണ നമ്മുടെ ഡിഫൻസ് ബഡ്ജറ്റ്. 90% ഈ ഒരു പൈസ പോകുന്നത് സ്റ്റാഫിന്റെ അലോക്കേഷൻസിനും സ്റ്റാഫിന്റെ സാലറി, അതേപോലെ അവരുടെ തന്നെ റിട്ടയർമെന്റ് അലവൻസ്, ഇതേപോലത്തെ കാര്യങ്ങൾക്കൊക്കെയാണ്. പെൻഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു എമൗണ്ട് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്തൊരു ആകെക്കൂടെ ഒരു 10 to 15% മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡിഫൻസ് ബഡ്ജറ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇന്ത്യയിലെ ഈ ആത്മനിർഭർ ഭാരത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ മോഡേണൈസ് ചെയ്യണം, മിലിറ്ററി മോഡേണൈസ് ചെയ്യണം, നമ്മളുടെ ഡിഫൻസ് മോഡേണൈസ്ഡ് ആവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ തോതിലുള്ള ബഡ്ജറ്റ് ഇങ്ങനെ, അതായത് 10% 15% മാത്രം ഈ ഒരു മൊത്തം ഓവറോൾ ഡിഫൻസ് ബഡ്ജറ്റിൽ 10-15% മാത്രമാണ് ഈ ഒരു ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ സെൻട്രൽ ഗവൺമെന്റ് ഇത്തവണ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ മോശമാണ്. അതാണ് എന്റെ ഒരു അഭിപ്രായം.
കാരണം വേറെ ഒന്നുമല്ല, സ്റ്റാഫുകൾക്ക് അലവൻസും കാര്യങ്ങളൊക്കെ കൊടുക്കണം ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതിനോടനുബന്ധിച്ച് നിങ്ങൾ ഈ ഒരു ബഡ്ജറ്റ് കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്തിട്ട് ഈ ഒരു ഡിഫൻസ് മേഖലയിൽ കുറച്ചുകൂടെ മോഡേണൈസ്ഡ് എക്യുപ്മെന്റ്സ്, വെപ്പൺസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ചുകൂടെ സ്പേസ് ഉള്ള ഒരു ബഡ്ജറ്റ് വേണമായിരുന്നു ഡിഫൻസിന് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോഴത്തേക്കും കൊടുക്കുന്ന തുകയിൽ മാക്സിമം 80 മുതൽ 90% ഈ സ്റ്റാഫിന്റെ അലോക്കേഷൻസിനും അവരുടെ ബെനിഫിറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് മുടക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ചെറിയ തുച്ഛമായ പൈസ വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു മിലിറ്ററി മുന്നോട്ട് പോകുന്നത്? ഓൾറെഡി തന്നെ 40 HIL നിന്ന് കിട്ടാനുള്ള ഒരു തേജാസ് ഒക്കെ പെൻഡിങ് ആണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്കാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. വിചാരിച്ച കണക്ക് ആത്മനിർഭർ ഭാരത്, അതേപോലെ മോഡേണൈസിങ് ഡിഫൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഗവൺമെന്റ് വിജയിച്ച് വന്ന ആ സമയത്ത്, മോദി ഗവൺമെന്റ് NDA സർക്കാർ ഈ ഒരു 3ാം തവണ പൊസിഷനിൽ വന്ന സമയത്ത് അതിന് മുമ്പ് തന്നെ ഒരു ഇടക്കാല ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ബഡ്ജറ്റിലൊക്കെ വളരെ വിശാലമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഡിഫൻസ് മേഖലയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഡിഫൻസ് മേഖലയിൽ ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്കും ചെറിയൊരു ഡിഫക്റ്റ് എനിക്കതിൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഏതെങ്കിലും കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.